ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഏവർക്കും ഇപ്രകാരം ഇങ്ങനെ കൂടി വന്ന് ദൈവവചനം ശ്രവിക്കുവാനും മനോഹരമായ ഗാനങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകാലം ഇന്ന് ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് ദോഹയിൽ നിന്ന് കടന്നു വന്ന സഹോദരൻ റിജോ ജോൺ അവർകളാണ്. പ്രിയ സഹോദരനെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിക്കുന്ന സന്തോഷ് മാത്യു അവർകൾ, അതുപോലെ തന്നെ പ്രിയ ജാനിസ് മോൾ, ഇവരെല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം. പ്രാർത്ഥിച്ച് ആരംഭിക്കാനായിട്ട് പുലാനിയുള്ള സഭയിലുള്ള സഹോദരൻ ജോയെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായ കർത്താവേ, ഇടകൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഒരു പ്രാവശ്യം കൂടി അങ്ങയുടെ സന്നിധിയിൽ അടിയങ്ങൾക്ക് കടന്നു വരുവാൻ അടിയങ്ങളെ സഹായിച്ച, അടിയങ്ങൾക്ക് അതിനുള്ള കൃപ നൽകിയ അങ്ങേ അടിയങ്ങളെ രാത്രിയിലും വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. നന്ദി കരേറ്റുന്ന കർത്താവേ, പ്രഭാതത്തിൽ അങ്ങേ മേശ്വരിക്ക് ആരാധിപ്പാൻ ഇടയാക്കി ശ്രേഷ്ഠ സമയങ്ങൾ അടിയങ്ങളെ സൂക്ഷിച്ചു. കർത്താവേ, ഈ വൈകുന്നേരം സമയത്ത് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ അല്പസമയം അടിയങ്ങളായിരിക്കട്ടെ. അങ്ങയുടെ കൃപ ധാരാളമായി നൽകി സഹായിക്കണം. കർത്താവ് പാടുവാൻ ആവശ്യമാകുന്ന കൃപ പ്രിയപ്പെട്ട അങ്ങയുടെ മക്കൾക്ക് നൽകി സഹായിക്കണം. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരണം എന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ വചനമായി ഞങ്ങളുടെ മധ്യയെ കൂട്ടിക്കൊണ്ടുവന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ അങ്ങയുടെ ദാസനിലൂടെ അടിയങ്ങളെ സഹായിക്കുന്ന അങ്ങയുടെ ദിവ്യമായ സ്നേഹത്തിനായി കൃപയ്ക്കായി അടിയങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ തന്നെയും സഹായിക്കണം, ദൈവകൃപയെ പരിപാലിക്കണം. കർത്താവെ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന അങ്ങയുടെ മകനെയും സഹായിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾ രാത്രിയിലും കർത്താവെ അടിയങ്ങൾക്ക് കേൾക്കുവാനും അത് അടിയങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരുവാനും എൻ്റെ കർത്താവ് ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്രയും പേരെ അങ്ങയുടെ സന്നിധി കൂട്ടി വരുത്തിയ വലിയ കൃപയ്ക്കായ സ്തോത്രം. ആരെയും കടന്നൊരാഗ്രഹിക്കുന്നെങ്കിൽ ദാസമയം കടന്നു വരുവാൻ അങ്ങയുടെ സന്നിധി ഒരുമിച്ചായിരിക്കാനും ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ ഇടയാക്കണം. ദൈവകൃപ ധാരാളമായി നൽകണം. ക്രിസ്തു യേശുവിൻ്റെ തന്നെ മേരെ നാമം കൂടി സ്വർഗ്ഗം നല്ല പിതാവേ, ആമേൻ. കർത്താവിൻ്റെ ദാസൻ മാമുകുരിച്ചാൻ രചിച്ച അനേക ഗാനങ്ങളിൽ ഒന്നാണ് എനിക്കായി ഒരുക്കുന്ന സ്വർഗ വീട്ടിൽ എന്ന ഗാനം. നമുക്ക് അറിയാവുന്നവർ ചേർന്ന് പാടുകയും അത് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കും. ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. എനിക്കായി മരിച്ചുയർത്ത യേശുവിനെ കണ്ടു ഞാൻ ഹല്ലേലൂയാ ഗീതം പാടി സ്തുതിക്കും. എനിക്കായി മരിച്ചുയർത്ത യേശുവിനെ കണ്ടു ഞാൻ ഹല്ലേലൂയാ ഗീതം പാടി സ്തുതിക്കും. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. കോടാകോടി ശുദ്ധന്മാർ സ്വർഗനാട്ടിലന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ, കോടാകോടി ശുദ്ധന്മാർ സ്വർഗനാട്ടിലന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ, രാപ്പകൽ
രാപ്പകലെന്നെ കർത്താതി കർത്തനെ ഞാനും കണ്ടാരാധിച്ചിടും. അന്ന് ഞാനും കണ്ടാരാധിച്ചിടും. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല യേശുവിൻ വരവിനായി. കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല യേശുവിൻ വരവിനായി. അന്ത്യനാളുകളാണെന്നറിഞ്ഞു നാമം ഒരുങ്ങിയുണർന്നിരിക്കാം. അന്ത്യനാളുകളാണെന്നറിഞ്ഞു നാമം ഒരുങ്ങിയുണർന്നിരിക്കാം. എന്നും ഒരുങ്ങിയുണർന്നിരിക്കാം. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. വിശ്വാസം കാത്ത് ഓട്ടം തികച്ച് സ്വർഗേ വിരുദിനായി. വിശ്വാസം കാത്ത് ഓട്ടം തികച്ച് സ്വർഗേ വിരുദിനായി. പറന്നിടും ഞാൻ മറുരൂപമായി പ്രാണപ്രിയൻ വരവിൽ. പറന്നിടും ഞാൻ മറുരൂപമായി പ്രാണപ്രിയൻ വരവിൽ. എൻ്റെ പ്രാണപ്രിയൻ വരവിൽ. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. എനിക്കായി മരിച്ചുയർത്ത യേശുവിനെ കണ്ടു ഞാൻ ഹല്ലേലൂയാ ഗീതം പാടി സ്തുതിക്കും. എനിക്കായി മരിച്ചുയർത്ത യേശുവിനെ കണ്ടു ഞാൻ ഹല്ലേലൂയാ ഗീതം പാടി സ്തുതിക്കും. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ.
ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ വിജയ് മാത്യു ന്യൂയോർക്ക് രചിച്ച ഒരു ഗാനമാണ് വീണ്ടും നാം കേൾക്കാനായിട്ട് പോകുന്നത്. ക്രൂശിൽ മരിച്ചവനെ എൻ്റെ പാപം അകറ്റിയവനെ. ആ ഗാനം കൂടെ നമുക്ക് കേട്ട് ദൈവത്തെ സ്തുതിക്കാം. മരിച്ചവനേ എൻ്റെ പാപമകറ്റിയോനേ, ക്രൂശിൽ മരിച്ചവനേ എൻ്റെ പാപമകറ്റിയോനേ, ജീവനും തന്നോ നീ സ്നേഹിച്ചതോർത്താൽ ആശ്ചര്യമേറിയിടുന്നേ, ജീവനും തന്നോ സ്നേഹിച്ചതോർത്താൽ ആശ്ചര്യമേറിയിടുന്നേ, ക്രൂശിൽ മരിച്ചവനേ. സ്വർഗേ വസിച്ചവൻ നീ, സർവസൃഷ്ടിയിൻ നാഥനും നീ, സ്വർഗേ വസിച്ചവൻ നീ, സർവസൃഷ്ടിയിൻ നാഥനും നീ, മർത്യനായി പാലിൽ വന്നു എത്ര അതിശയമേ, മർത്യനായി പാലിൽ വന്നു എത്ര അതിശയമേ, ക്രൂശിൽ മരിച്ചവനേ. വീണ്ടും വരുന്നവൻ നീ, ദൈവഭക്തരെ ചേർത്തിടുവാൻ, വീണ്ടും വരുന്നവൻ നീ, ദൈവഭക്തരെ ചേർത്തിടുവാൻ, നിത്യകാലം നിന്റെ കൂടെ വസിപ്പതും എത്ര മനോഹരമേ, നിത്യകാലം നിന്റെ കൂടെ വസിപ്പതും എത്ര മനോഹരമേ, ക്രൂശിൽ മരിച്ചവനേ എൻ്റെ പാപമകറ്റിയോനേ, ക്രൂശിൽ മരിച്ചവനേ എൻ്റെ പാപമകറ്റിയോനേ, ജീവനും തന്നോ നീ സ്നേഹിച്ചതോർത്താൽ ആശ്ചര്യമേറിയിടുന്നേ, ജീവനും തന്നോ നീ സ്നേഹിച്ചതോർത്താൽ ആശ്ചര്യമേറിയിടുന്നേ, ക്രൂശിൽ മരിച്ചവനേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടി കേട്ട് നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ഗാനങ്ങൾ ആലപിച്ച പ്രിയ ജാനസിനും അതുപോലെ തന്നെ പ്രിയ സഹോദരൻ സന്തോഷ് മാത്യു അവർക്കും ദൈവം വളരെയധികം കൃപ കൊടുത്തു. വരുന്ന ആളുകളും ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇനിയുള്ള അല്പസമയം നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാം. നേരത്തെ ഓർപ്പിച്ചതുപോലെ സഹോദരൻ റിജോ ജോൺ അവർകളാണ് നമുക്ക് വേണ്ടി ഇന്ന് ദൈവവചനം സംസാരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. പ്രിയ സഹോദരനെ ഞാനിപ്പോൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കും. Thank and praise God for this wonderful privilege God has given to us to come to His presence yet again in such a fashion. ഇങ്ങനെ ഈ വിധം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. And as we are all aware of, the main purpose of our gathering today is to study the Bible. ഇന്ന് നാം കൂടി വന്നിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത് ദൈവവചനം പഠിക്കുക എന്നുള്ളതിനാണ്. Why should we study the Bible? എന്തിനാണ് നാം ദൈവവചനം പഠിക്കുന്നത്? Because the Bible is a book which has given us so much of information, not just to improve our lives, but to improve the relationship which we have with God. നമ്മുടെ ജീവിതങ്ങളെ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടെ മാത്രമല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്, മറിച്ച് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ ദൃഢമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ ആണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. The list of benefits of studying the Bible is an endless list which we can understand as we read it, as we understand it, as we study it. അനേക കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് നാം കൂടുതൽ വായിക്കും തോറും പഠിക്കുവാനായിട്ട് സാധിക്കും. And one main thing which I would like to focus and to specify, to say why do we ought to study the Bible, is that it will help us to come out of our sinful nature and have a Christ-like nature. നമ്മുടെ പാപ സ്വഭാവങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വന്നിട്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവം ധരിക്കുക എന്ന ഉദ്ദേശവും ബൈബിൾ പഠനത്തോടുള്ള ബന്ധത്തിൽ ഉണ്ട്. Many verses in the Bible we read that man is filled with sin. All have sinned and come short of the glory of God. സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. And through the 3 songs that we sang, we saw how the loving God has given us a way of salvation to come to His presence. മാത്രമല്ല ഇന്ന് കേട്ട പാട്ടുകളിലൂടെ നമുക്ക് ലഭിച്ച വലിയേറിയ രക്ഷയെക്കുറിച്ചും നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. This sin is not something which is created in man, but we have this nature as we are born from the day one when we are born in this world. നാം ജനിച്ച സമയം മുതൽ നമ്മുടെ ഉള്ളിൽ ഒരു പാപ സ്വഭാവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. And that is why God knows that it is a natural tendency for us to sin. And that is why the Word of God has so many verses to give us caution, to give us instructions as to how we ought to beware of the sin which we have. നമ്മുടെ സ്വാഭാവികമായ ഒരു പ്രവണത എന്ന് പറയുന്നത് പാപം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിന് എതിരായിട്ട് അനേക വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Before going to the main passage, I would like to just take one small portion and as an introduction from the epistle of 1 John. പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് യോഹന്നാനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. And here we see a warning where Apostle John gives in chapter 2 and verse 16. അവിടെ നമുക്ക് ഒരു മുന്നറിയിപ്പ് അതിൻ്റെ 2-ാം അധ്യായം 1 യോഹന്നാൻ 2:16 ഒരു മുന്നറിയിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. We'll read from 15 onwards. 15 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. Okay, 17 also. ലോകവും അതിൻ്റെ മോഹവും അഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. Okay, do not love the world or the things of the world is the instruction which where the Holy Spirit wants us to know. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നാം സ്നേഹിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. And this sin is divided into 3. In verse 16 we see the lust of the flesh, the lust of the eyes and the pride of life. ഇവിടെ പറയുന്ന പാപത്തെ 3 തരംതിരിച്ചിരിക്കുകയാണ്: ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. Why should we not fulfill the desires of our flesh?
എന്തുകൊണ്ട് നാം ഈ ജഡമോഹങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ പാടില്ല? Why should we not fulfill the desires of our eyes? എന്തുകൊണ്ട് കൺമോഹത്തിനനുസരിച്ച് നാം ജീവിക്കുവാൻ പാടില്ലാത്തത്? Why should we not go after the boastful pride of life? ജീവനത്തിന്റെ പ്രതാപം എന്തുകൊണ്ട് അത് തെറ്റായിരിക്കുന്നു? Why is it? The reason is because in verse 17, അതിന്റെ കാരണം 17-ാം വാക്യത്തിൽ കാണുന്നു. we should not do all this, we should not go after all this because all this is leading to destruction. ഇത് എല്ലാം നാശത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. I would like you to all imagine a situation where you are able to read the mind or the thoughts of other people. ഇങ്ങനെ സങ്കല്പിക്കുക, മറ്റുള്ളവരുടെ ആ ചിന്തകളെ നമുക്കറിയുവാൻ കഴിയും എന്ന് നാം സങ്കല്പിക്കുക. Okay, when I am standing here and Santosh brother is there, I can see his face, I can understand what is his IQ level, I will be able to understand what are his positives, his negatives, and I will know his full life history, what he thinks, and that kind of a power all of us will have. സന്തോഷ് ബ്രദറിനെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്ത എന്തായിരിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒക്കെ എന്തായിരിക്കുമെന്ന് അറിയുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് സങ്കല്പിക്കുക. So if that is the case, the result is that there is not going to be any secret or hidden things, and there will be no sinful things in our thoughts nor in our actions. അങ്ങനെ നമുക്ക് സാധിക്കുമായിരുന്നെങ്കിൽ പലരും രഹസ്യ പാപങ്ങളെ വെച്ച് പുലർത്തിക്കൊണ്ട് ജീവിക്കുമായിരുന്നില്ല. Okay, all what we tell is going to be truthful, all what we are going to do is going to be faithful, all what we say is or think is going to be things which are good. നാം നന്മ മാത്രമേ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നുള്ളൂ. Okay, but now we see that we are people who have this hidden part of our lives where nobody else can see. എന്നാൽ നമുക്കെല്ലാവർക്കും മറ്റുള്ളവർ കാണുവാൻ കഴിയാത്തൊരു രഹസ്യ ജീവിതമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. When there is a person coming in front of us, we show ourselves that we are people with great intelligence, we are people with great honor and respect, and we try to showcase a false personality in front of others. നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ നമുക്ക് ഇല്ലാത്ത ചില കാര്യങ്ങൾ അവരുടെ മുമ്പാകെ കാണിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യും. And sometimes when we are in front of others, as we read, the lust of the flesh, the lust of the eyes, the pride of life, all this will come out inside us as we showcase to others, and eventually we will start to sin. മാത്രമല്ല ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇതൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ടായിരിക്കും നാം പലപ്പോഴും നാം പെരുമാറുക. There is a journey of desperation inside a man where a man wants to hide so many things, in the same time want to showcase a better personality out to the world. പല കാര്യങ്ങൾ നാം മറച്ചു വെച്ചിട്ട് മറ്റു ചില കാര്യങ്ങൾ പുറമേ പ്രദർശിപ്പിക്കുവാനായിട്ട് നാം തീവ്രമായി ആഗ്രഹിക്കുന്നു. And as he is the journey of doing this, he wants to gain things which are temporary, gain things which are of this world. ശാശ്വതമല്ലാത്ത ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് ഇങ്ങനെയുള്ള മനോഭാവത്തോടുകൂടെ ജീവിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. I want you to take your attention to a very interesting incident which happened during the time of David. ദാവീദിന്റെ കാലഘട്ടത്തിൽ നടന്ന വളരെ രസകരമായ ഒരു ചരിത്ര സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. With all this as an introduction in our minds about sin, about man, about desperation, I would like to turn your attention to a passage in 2 Samuel chapter 1. മനുഷ്യനെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ വേദഭാഗത്തേക്ക് കടന്നു വരാം. 2 Samuel chapter 1. 2 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം. Okay, and as we see here, the first statement in English, it reads like this: Now it came about after the death of Saul. ശൗൽ മരിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം തുടങ്ങുന്നത്. Okay, we can understand the situation here is that Saul is dead. ഇവിടെ ശൗൽ മരിച്ചിരിക്കുകയാണ്. So how do we know that? We just have to come to the previous chapter for the 1 Samuel chapter 31, and we can see the place where we can read the death of Saul. അതിൻ്റെ പശ്ചാത്തലം നാം ശരിയായി മനസ്സിലാക്കണമെങ്കിൽ 1 ശമൂവേൽ 31-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക. അവിടെ
ഷൗൽ എങ്ങനെ മരിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 31 verse 1, we see the enemy. Here is the Philistines, and they were fighting against these Israelites. ശത്രുക്കളായ ഫെലിസ്ത്യർ ഇസ്രായേൽ മക്കൾക്കെതിരെ പോരാടുന്നതായിട്ട് ഒന്നാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. Verse 2, we see the Philistines overtook Saul and his son, and the Philistines killed Jonathan and Abinadab, and we see the three sons of Saul are killed in verse 2. രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഷൗലിന്റെ 3 പുത്രന്മാരെയും ഫിലിസ്ത്യർ കൊന്നുകളഞ്ഞതായിട്ട് കാണുന്നു. Okay, now this is the time where Saul is helpless and there's absolutely no way of escape. ഇവിടെ ശൗൽ രാജാവ് തീർത്തും നിസ്സഹായനാണ്. അദ്ദേഹത്തിന് രക്ഷപ്പെടുവാനായിട്ട് യാതൊരു മാർഗവുമില്ല. And that is why in that desperate situation, verse 4, we see Saul telling this statement. ആ ഒരു വളരെ നിരാശാജനകമായ അവസ്ഥയിൽ 4-ാം വാക്യത്തിൽ ശൗൽ ഇപ്രകാരം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. He tells to his armor bearer who is next to him, draw your sword and pierce me through with it, otherwise these uncircumcised will come and pierce me through and make sport of me. ശൗൽ തൻ്റെ ആയുധവാഹകനോട് ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. Oh no, but what is the response of this armor bearer? We see the armor bearer would not do this because he was greatly afraid to do such a great thing to the king of Israel. എന്നാൽ ആയുധവാഹകൻ അവിടെ ഈ കാര്യം ചെയ്യുവാൻ മടിച്ചുകൊണ്ട് ഭയപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. So we see that Saul took his sword and fell on it, and we see him ending his life in verse 5. എന്നാൽ ശൗൽ അവന്റെ വാൾ പിടിച്ച് അതിന്മേൽ വീണ് മരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. Okay, we'll come to the passage which we read in the beginning, 2 Samuel chapter 1. അതിനുശേഷം നമുക്ക് ഈ 1-ാം അധ്യായത്തിലേക്ക് 2 ശമൂവേൽ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. Okay, so the context is again here we see Saul is dead. പശ്ചാത്തലം നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ശൗൽ മരിച്ചിരിക്കുകയാണ്. What is the next statement? It says when David had returned from the slaughter of the Amalekites, that David remained 2 days in Ziklag. അതിനുശേഷം നാം വായിക്കുന്നത് ദാവീദ് അമാലേക്കരെ സംഹരിച്ച് മടങ്ങി വന്ന് സിക്ലാഗിൽ 2 ദിവസം പാർക്കുകയും ചെയ്ത ശേഷം എന്ന് കാണുന്നു. What is this slaughter of the Amalekites? എന്താണ് ഈ അമാലേക്കരുടെ സംഹാരം എന്ന് പറയുന്നത്? Again we can come 2 chapters before, we can read that in 1 Samuel chapter 30. 1 ശമൂവേൽ 30 ഇതിന്റെ പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കുന്നു. Okay, here we see that David was with 600 of his men. ദാവീദ് 600 പേരോട് കൂടെ അവിടെ ആയിരിക്കുന്നതായിട്ട് കാണുന്നു. Okay, we read that in verse 3. 3-ാം വാക്യത്തിൽ ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായിട്ട് കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. Okay, and not only the people around him, but we see his own family in verse 5. Now David 2 wives also had been taken captive. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവർ മാത്രമല്ല, ദാവീദിന്റെ സ്വന്തം കുടുംബത്തെയും അവർ പിടിച്ചുകൊണ്ടുപോയതായിട്ട് കാണുന്നു. And we see the most greatest disaster is in verse 6, where his own people wanted to stone David because of all what was happening. മാത്രമല്ല 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ഒരു ദുരന്തം കാണുന്നു. അതായത് ദാവീദിനെ ആ ജനം കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Okay, and we see as we come forward, we can see that in verse 9, so David went, he and his 600 men who were with him, and came to the brook Besor, where those left behind remained. 9-ാം വാക്യത്തിൽ അങ്ങനെ ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ട് ബേസോർ തോട്ടിങ്കൽ എത്തി, ശേഷമുള്ളവർ അവിടെ താമസിച്ചതായിട്ട് കാണുന്നു. Okay, to make things short, to make the story short, we can see that in the below verses that he went, he fought, and he restored all what was taken off. ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ദാവീദ് അമാലേക്കരുടെ അടുത്തേക്ക് കടന്നു ചെന്ന് തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുകയാണ്. Okay, and then we see that this all happened in the place of Ziklag. ഇതെല്ലാം സംഭവിച്ചത് സിക്ലാഗ് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. Where is this Ziklag? This Ziklag is in the place of Philistines. എവിടെയാണ് ഈ സിക്ലാഗ് എന്ന് പറയുന്നത്? ഫിലിസ്ത്യ പട്ടണമാണ്. Why is David in Philistines? Because he is running away from Saul. Saul is attacking him. അത് ശൗൽ തന്നെ ഓടിച്ചത് കൊണ്ടാണ് താൻ സിക്ലാഗിൽ എത്തിയത്. Okay, now we'll come back to 2 Samuel chapter 1. 2 ശമൂവേൽ 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Okay, we have been going here and there. Okay, if you are lost, no issues. We will start afresh from this chapter onwards. ഇവിടെ യാതൊരു ആശയക്കുഴപ്പത്തിൻ്റെയും കാര്യമില്ല. ഇത് വളരെ
പുതുതായിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. Okay, so we will see here, we see that Saul is dead and now David is back after he slaughtered the Amalekites. ഇവിടെ ദാവീദ് അമാലേക്യരെ സംഹരിച്ചതിന് ശേഷം താൻ മടങ്ങി വരികയാണ്. Okay, now here we see David is again in hiding and he's not knowing what to do. He is in a great confusion because Saul is attacking him. ഇവിടെ വീണ്ടും ദാവീദ് ഒളിച്ചിരിക്കുകയാണ്. കാരണം തനിക്കിപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. He did not know that David is that Saul is dead. ഇപ്പോഴും ശൗൽ മരിച്ചിരിക്കുന്നുവെന്ന് ദാവീദ് അറിഞ്ഞിരുന്നില്ല. Okay, we'll read verse 2. On the third day, behold, a man came out of the camp of Saul with his clothes torn and his dust on his head. And it came about when he came to David that he fell to the ground and prostrated himself. രണ്ടാം വാക്യത്തിൽ മൂന്നാം ദിവസം ഒരാൾ വസ്ത്രം കീറിയും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് ശൗലിന്റെ പാളയത്തിൽ നിന്ന് വന്നു ദാവീദിന്റെ അടുക്കലെത്തി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. This is an unnamed person, a man with whom we do not, whose name is not mentioned. ഈ വ്യക്തിയെക്കുറിച്ച് നമുക്ക് യാതൊന്നും അദ്ദേഹത്തിന്റെ പശ്ചാത്തലം നമുക്ക് അറിവില്ല. So for the next few minutes for our study, I am going to talk about this man who came to David and who fell in the ground and prostrated himself to David. അടുത്ത ചില നിമിഷങ്ങൾ ഈ മനുഷ്യനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. We are going to read his mind, we are going to read his character, understand his character, and we are going to find out lessons from this person and lessons which we can learn from this man. ആ മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കിയതിനു ശേഷം ചില ആത്മീയ പാഠങ്ങൾ അതിൽ നിന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Okay, and then we can see in verse 3, as we see verse 3, David was confused as to who this person is and asks, from where do you come? And he wants to know about this person. മൂന്നാം വാക്യത്തിൽ ദാവീദ് അവനോട് താൻ ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. And then he replies saying, I have escaped from the camp of Israel. അതിന് അവൻ ശൗലും അവന്റെ മകനായ Verse 3. മൂന്നാം വാക്യത്തിൽ ഞാൻ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോയി പോരുകയായിരുന്നു എന്ന് അവൻ പറഞ്ഞു. Okay, and David wanted to know more information. How did things go is what David asks in verse 4. മാത്രമല്ല ദാവീദ് ആ മനുഷ്യനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. Okay, and this man is very eagerly waiting to tell the news to David. മാത്രമല്ല ഈ മനുഷ്യൻ ശൗൽ മരിച്ച വിവരം ദാവീദിനോട് പറയുവാനായിട്ട് താൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നു. Okay, he says the people have fled from the battle and also many of the people have fallen and are dead, and with great joy he is telling this, and Saul and Jonathan his son is dead also. അദ്ദേഹം പറയുകയാണ് ജനം പടയിൽ തോറ്റോടി ജനത്തിൽ അനേകർ പട്ടുവീണു ശൗലും അവന്റെ മകനായ യോനാഥാനും കൂടെ പട്ടുപോയി എന്ന് വളരെ സന്തോഷത്തോടെ താൻ ദാവീദിനെ അറിയിക്കുന്നു. Okay, then David wanted to confirm that. How do you know that in verse 5 that Saul and his son Jonathan are dead? മാത്രമല്ല അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ വാർത്ത സ്ഥിരീകരിക്കുന്നതായിട്ട് ദാവീദ് സ്ഥിരീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. We all just read and understood how Saul died. ശൗൽ എങ്ങനെ മരിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. But now this man is changing the story a little bit and he is explaining it to David. എന്നാൽ ഈ മനുഷ്യൻ ആ കഥ ചെറുതായിട്ടൊന്ന് മാറ്റി പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. He says, by chance I happened to be on Mount Gilboa, and behold, Saul was leaning on his spear, and behold, the chariots and the horsemen pursued him closely. And he continues saying, when he looked behind him, he saw me and called me, and I said, here I am. Verse 8 it says, in verse 9 we see that Saul is telling, please stand beside me and kill me. And verse 10 he says that I stood beside him and killed him because I knew that he would not live. മാത്രമല്ല നടന്ന സംഭവങ്ങൾക്ക് അല്പം വ്യത്യാസം വരുത്തി അദ്ദേഹം ദാവീദിനോട് പറയുകയാണ്. 10ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ തന്നെയാണ് ശൗലിനെ കൊന്നത്, അതുകൊണ്ട് ഞാൻ അടുത്ത് ചെന്ന് അവനെ കൊന്നു എന്ന കാര്യം ദാവീദിനെ അറിയിക്കും. And we see in the same verse, in verse 10 he says, I took the crown which was in his head and the bracelet and which was in his arm, and I have brought it to you, my Lord. മാത്രമല്ല അവന്റെ തലയിലെ കിരീടവും ഭുജത്തിലെ കടകവും ഞാൻ എടുത്ത് ഇവിടെ യജമാനന്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന കാര്യവും താൻ പറയും. Okay, the question which we should ask now is, why did he change the story here? നാം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്, ഇദ്ദേഹം എന്തിനാണ് ഈ
ഈ സംഭവ വികാസങ്ങളെ താൻ വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞത്. If you read between the lines in verse 8, we can say that this man is an Amalekite. നാം 8-ാം വാക്യത്തിൽ വായിക്കുന്നത് ഈ മനുഷ്യൻ ഒരു അമാലേക്യൻ എന്ന് കാണുന്നു. Okay, Amalekites are the descendants of Esau, and they are the worst enemies of Israelites. നാം ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അമാലേക്യർ എന്ന് പറയുന്നത് ഏശാവിന്റെ സന്തതികളാണ്. അവർ ഇസ്രായേൽ മക്കളുടെ വലിയ ശത്രുക്കളാണ്. These Amalekites are people who are nomads. They run around here and there looking where they can in crooked ways try to gain things from others. അവർ പൊതുവെ ഒരു നാടോടി ജീവിതമാണ് നയിച്ചിരുന്നത്. പല സ്ഥലങ്ങളിൽ പോയി എന്തെല്ലാം അവർക്ക് ലഭിക്കും എന്ന് അവർ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. It was very interesting to read about them also. It says that they were like sorcerers or magicians, where they could transfer themselves as animals. When people look, they'll think this is an animal. They could transfer themselves as animals, and through that they were able to steal the goods of the people around. അവർ പല വിധമായിട്ടുള്ള ആഭിചാര ക്രിയകളൊക്കെ ചെയ്തിരുന്നു. മൃഗങ്ങളായിട്ട് മാറാനൊക്കെ അവർക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ അവർ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അവർ ജീവിച്ചിരുന്നു. And we see in 1 Samuel chapter 15 verse 3 that the Lord commanded the people of this Amalekites should be totally destroyed, and you should not leave anybody of this Amalekites free. 1 ശമൂവേൽ 15-ന്റെ 3-ൽ ഈ വ്യക്തികളെ അല്ലെങ്കിൽ ഈ അമാലേക്യരെ മുഴുവനായിട്ട് കൊന്നുകളയണം എന്ന് ദൈവം കൽപ്പിക്കുന്നു. Because of the abominable practices which they did, which did not please God, God wanted to destroy this Amalekites completely. ദൈവത്തിന് പ്രസാദകരമല്ലാത്ത ആചാര അനുഷ്ഠാനങ്ങൾ അവർ ചെയ്തിരുന്നത് കൊണ്ട് അവരെ മുഴുവനായിട്ട് നശിപ്പിച്ചു കളയണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. As I said, they are nomads going in places in search of food and goods. അവർ ഒരു നാടോടി ജീവിതമാണ് നയിച്ചിരുന്നത്. വിവിധ സ്ഥാനങ്ങളിൽ ചെന്ന് അവർക്ക് അവരുടെ ഉപജീവനം കഴിച്ചു. And they love to see wars between two nations, because after the wars they go there and take all what is left over. മാത്രമല്ല 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യണം എന്ന് അവർ ആഗ്രഹിച്ചു. കാരണം യുദ്ധത്തിന് ശേഷം അനേക കൊള്ള സാധനങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു. Okay, this man who is in front of David, who is falling prostrate, is an Amalekite. ഇവിടെ ദാവീദിന് മുമ്പാകെ വന്ന് സാഷ്ടാംഗം വീഴുന്ന ഈ വ്യക്തി ഒരു അമാലേക്യനാണ്. So all this nature and characteristics which I just explained is there inside this man. ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ സ്വഭാവ സവിശേഷതകളും ഈ അമാലേക്യരിൽ നമുക്ക് കാണാൻ സാധിക്കും. Why did he change the story and tell it to David? എന്തിനാണ് ഈ ഒരു സംഭവം വളരെ വ്യത്യസ്തമായ രീതിയിൽ താൻ ദാവീദിനോട് അവതരിപ്പിച്ചത്? When he told the news of Saul to David, telling that he was dead, he thought that David was going to be happy and he is going to be rewarded with a good possession. ശൗലിന്റെ മരണത്തെക്കുറിച്ച് ദാവീദിനെ ബോധിപ്പിക്കുമ്പോൾ വളരെയധികം പ്രതിഫലങ്ങളും സമ്പത്തും തനിക്ക് ലഭിക്കും എന്ന് താൻ കരുതി. Even before the enemies, the Philistines, came to the body of Saul, he quickly went, and we see him taking the crown and bracelet from the body of Saul. ആ ഫിലിസ്ത്യർ വരുന്നതിന് മുമ്പാകെ തന്നെ ആ ശൗലിന്റെ ശരീരത്തിൽ നിന്ന് ആ കിരീടവും മറ്റ് വസ്തുക്കളും താൻ എടുക്കുകയുണ്ടായി. He was desperate for power. He was desperate for possessions. വളരെയധികം വസ്തുവകകളും സമ്പത്തും ഉണ്ടാക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹം തനിക്കുണ്ടായി. It is not bad for us to have all this, but when our desperation increases, when we try to gain this in crooked ways and not the right ways, then it becomes a sin. പ്രിയമുള്ളവരെ, സമ്പത്ത് ഉണ്ടാക്കുന്നത് ഒരു പാപമല്ല, എങ്കിലും തെറ്റായ മാർഗങ്ങളിലൂടെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പാപമായി തീരും. As he was telling this news and as he was looking at David, he did not get the exact response from David. എന്നാൽ താൻ പ്രതീക്ഷിച്ച ഒരു പ്രതികരണമല്ല ദാവീദിൽ നിന്ന് തനിക്ക് ലഭിച്ചത്. Verse 11, what was the response of David? 11-ാം വാക്യത്തിൽ എന്താണ് ദാവീദിന്റെ പ്രതികരണം? When I read the verse 11 in the beginning, even I thought it was not the right response for David, who was running for around 10 years away from this wicked person Saul. വാസ്തവത്തിൽ ദാവീദ് ശൗലിൽ നിന്ന് ഏകദേശം 10 വർഷത്തോളം ദാവീദ് ഓടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദാവീദിന്റെ പ്രതികരണം ശരിയല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. I was very happy till verse 10, but the same happiness was not inside David. 10-ാം വാക്യം വരെ വായിച്ചപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. എന്നാൽ 11-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ വളരെ
വ്യത്യസ്തമായൊരു പ്രതികരണമാണ് എനിക്ക് കാണാൻ Here we സാധിച്ചത്. see then David took hold of its clothes and he tore them, and also all of the men who were with him. ഇവിടെ ദാവീദ് തൻ്റെ വസ്ത്രം പറിച്ചു കീറി, കൂടെയുള്ളവരും അങ്ങനെ തന്നെ ചെയ്തു എന്ന് നാം കാണുന്നു. We see in verse 12, they mourned and wept and fasted until evening for Saul and his son Jonathan, and for the people of the Lord of the house of Israel, because they had fallen by the sword. അവർ ശൗലിനെയും അവൻ്റെ മകനായ യോനാഥാനെയും യഹോവയുടെ ജനത്തെയും ഇസ്രായേൽ ഗൃഹത്തെയും കുറിച്ച് അവർ വാളാൽ വീണുപോയത് കൊണ്ട് വിലപിച്ച് കരഞ്ഞ് സന്ധ്യ വരെ ഉപവസിച്ചതായിട്ട് നാം വായിക്കുന്നു. The Amalekite would have been trembling before him when he was seeing all this happening. ഈ കാര്യങ്ങളൊക്കെ കണ്ട അമാലേക്കൻ ഒരു പക്ഷേ പേടിച്ച് വിറച്ച് ഇരുന്ന് കാണും. Okay, and again David is again asking him, where are you from? And then we see slowly he is starting to tell the truth. He says that I am a sojourner or an alien, an Amalekite. വീണ്ടും ദാവീദ് തന്നോട് താൻ ആരാണ് എന്ന് ചോദിക്കുന്നു. അതിന് ഞാനൊരു അന്യജാതിക്കാരൻ്റെ മകൻ, ഒരു അമാലേക്യൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. Okay, we see that he is a sojourner, a person who travels, a person who is a stranger. ഇവിടെ താനൊരു അന്യജാതിക്കാരനാണ്, താൻ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു നാടോടി ജീവിതം നയിക്കുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് And സാധിക്കും. a very straightforward, fierce statement told by David. How is it that you are not afraid to stretch out your hand to destroy the Lord's anointed? മാത്രമല്ല ദാവീദ് അവനോട് യഹോവയുടെ അഭിഷിക്തനെ സംഹരിക്കേണ്ടതിന് കൈയോങ്ങുവാൻ നിനക്ക് ഭയം തോന്നാഞ്ഞത് എങ്ങനെ എന്ന് ചോദിക്കുന്നു. David said, go cut him down. And this statement was not something which he expected. പിന്നെ ദാവീദ് ബാലിക്കാരൻ ഒരുത്തനെ വിളിച്ച് നീ ചെന്ന് അവനെ വെട്ടിക്കളക എന്ന് പറഞ്ഞു. ഇത് ഒരിക്കലും ദാവീദിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു പ്രതികരണമല്ല. The reason saying in verse 16, your mouth has testified against you, saying, I have killed the Lord's anointed. ദാവീദ് അവനോട് നിന്റെ രക്തം നിന്റെ തലമേൽ യഹോവയുടെ അഭിഷിക്തനെ ഞാൻ കൊന്നു എന്ന് നീ നിന്റെ വായ കൊണ്ട് തന്നെ നിനക്ക് വിരോധമായി സാക്ഷീകരിച്ചുവല്ലോ എന്ന് പറഞ്ഞു. Okay, this is the story of the Amalekite. He thought it was going to have a happy ending, but we see it ending with his life taken away. വളരെ സന്തോഷകരമായ ഒരു അവസാനമാണ് ഈ അമാലേക്കൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ തൻ്റെ ജീവിതം തന്നെ അവസാനിക്കുകയാണ്. He was desperate to gain things for himself. He was desperate to enjoy, to satisfy the lust of his flesh, the lust of his life, and the pride of life. അങ്ങനെ ഈ അമാലേക്കൻ തൻ്റെ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി താൻ അനേക വസ്തുവകൾ സമ്പാദിക്കേണ്ടതിന് വളരെ തീവ്രമായി ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. What other lessons can we learn from this Amalekite? എന്തെല്ലാം പാഠങ്ങളാണ് ഈ അമാലേക്കന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? Don't we have such kind of desperations in our lives also? ഇങ്ങനെയുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങൾ നമുക്കും നമ്മുടെ ജീവിതത്തിലില്ലേ? Desperations that sometimes take us away from the word of God. ദൈവ വചനത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങൾ. Situations in school, situations in colleges, situations in work, where we think, oh, let me not be like a Christian only for this period of time. If I be a Christian in this kind of a situation, I will be in big trouble. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലുമുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ പലപ്പോഴും നാം ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് ഒരു ക്രിസ്ത്യാനിയെ പോലെ അല്ല പെരുമാറുന്നത്. With desperation we tell out a lie. With desperation we do things which are sinful. പലപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങൾ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നാം പല കള്ളങ്ങളും ഒക്കെ പറയാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. This is the natural tendency of man to have this desperation, but with the strength of God, by the fruit of the Holy Spirit, we can showcase, we can produce self-control, gentleness in our lives. ഇത് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു പ്രവണതയാണ്. എന്നാൽ ദൈവാത്മാവിന്റെ സഹായത്തോടെ മാത്രമേ നമുക്ക് ഇതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കൂ. As Christians, how can we fight this desperation in our lives? ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്കെതിരെ നമുക്ക് എങ്ങനെ പോരാടാനായിട്ട് സാധിക്കും? We'll read one verse from Colossians chapter 2 and verse 6 and 7. നമുക്ക് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ.
We see here being rooted firmly and being built up and established in your faith. 7-ാം വാക്യത്തിൽ അവനിൽ കർത്താവിൽ വേരൂന്നിയും ആത്മിക വർധനവ് പ്രാപിച്ചും എന്ന പ്രയോഗം കാണാൻ സാധിക്കും. If there is a tree in a place where there is not much of fertility, we see the roots are not very strong and eventually the fruits are also not very strong. അധികം ഫലഭൂയിഷ്ടമല്ലാത്ത ഒരു മണ്ണിൽ ആ വേരുകൾ, ഒരു മരത്തിൻ്റെ വേരുകൾ അത് നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Okay, it should be kept in the right place, in the right atmosphere, right soil for the tree to have good roots. അത് ശരിയായ ആ മണ്ണിൽ അതിനെ നട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ വേരുകൾക്ക് ശക്തി പ്രാപിക്കുകയുള്ളൂ. Where is the root? We see that Jesus Christ himself is the place where we ought to root ourselves, root our faith upon. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ച് കർത്താവിലാണ് നാം നമ്മുടെ വേരുകൾ ഊന്നി ഇരിക്കേണ്ടത്. And as our fruits come out, because of our strong roots, our Christ-like nature will be shown out. അങ്ങനെ നാം അവനിൽ വേരൂന്നി ഇരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് പ്രദർശിപ്പിക്കുന്നതിനായിട്ട് നാം ആയിത്തീരും. Do not be like the nature of an Amalekite, where they are nomads going wandering here and there without a solid foundation. ആ അമാലേക്കിനെ പോലെ ദൃഢമായ ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു ജീവിതം നാം നയിക്കുവാനായിട്ട് പാടില്ല. Desperately looking for shortcuts and ways to gain things for themselves. പല കുറുക്ക് വഴികളിലൂടെയും പല തെറ്റായ മാർഗങ്ങളിലൂടെയും ധനം സമ്പാദിക്കുന്ന അമാലേക്കിനെ പോലെ നാം ആയിത്തീരും. Many of us as Christians have this nomadic creature where we are wandering in our faith. പല സമയങ്ങളിലും ഈ അമാലേക്കിനെ പോലെ ഇവിടെയും ഉഴന്നു നടക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. The first thing which we can learn is fight desperation by having a solid foundation. എന്നാൽ ആദ്യമായി നമുക്ക് വേണ്ടത് ദൃഢമായ ഒരു അടിസ്ഥാനമാണ്. In Jesus Christ, let us build our faith and be rooted on him. ക്രിസ്തുവിൽ വേരൂന്നി ഇരുന്ന് ഒരു ദൃഢമായ ഒരു അടിസ്ഥാനം നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. On Christ the solid rock should we all stand. ആ ക്രിസ്തു എന്ന പാറമേൽ നാം നിൽക്കണം. Okay, the next way in which we can fight desperation is by having a selfless nature, not just looking at our self alone. ഈ ജഡമോഹങ്ങൾക്കെതിരെ പോരാടേണ്ടതിന് വേണ്ടിയ അടുത്ത പടി എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ ഒരു മനോഭാവത്തിൽ നാം ജീവിക്കുക The nature of an Amalekite is a person or a group or a tribe who always look after their own self and their own desires. അമാലേക്കൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കി സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. Doesn't matter about our enemies, our people around. I don't care about them, I care about me. മറ്റ് ആരെയും വകവയ്ക്കാതെ, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കാതെ സ്വന്തം ലാഭം മാത്രം നോക്കി ജീവിക്കുന്ന വ്യക്തിയാണ് അമാലേക്. Sometimes the downfall of the people next to us makes us happy because we are able to grow through their downfall. പലപ്പോഴും മറ്റുള്ളവരുടെ വീഴ്ചയിൽ നാം സന്തോഷിക്കുന്നവരാണ്, കാരണം അവരുടെ വീഴ്ചയിലൂടെ നമുക്ക് വളരാൻ സാധിക്കും എന്ന കാരണം കൊണ്ട്. We will read one verse from Proverbs chapter 24. സദൃശ്യവാക്യങ്ങൾ 24-ാം അധ്യായത്തിൽ നിന്ന് 2 വാക്യങ്ങൾ വായിക്കാം. 17 and 18. 17-ഉം 18-ഉം വാക്യങ്ങൾ. നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്, അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത്. യഹോവ കണ്ടിട്ട് അവന് ഇഷ്ടക്കേടാകുവാനും തൻ്റെ കോപം അവങ്കിൽ നിന്ന് മാറ്റിക്കളവാനും മതി. Okay, here we see that sometimes we, not just our enemies, even our fellow believers in our own church, when they fall, we are very happy and we talk about that, we gossip about that fallen nature. പലപ്പോഴും ശത്രുക്കളുടെ കാര്യം വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ കൂട്ടു സഹോദരന്മാരും പല കാര്യങ്ങളിൽ വീണു പോകുമ്പോൾ, ഇടറിപ്പോകുമ്പോൾ നാം സന്തോഷിക്കുകയും അതിനെപ്പറ്റി മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്ന പ്രവണത നമുക്കുണ്ട്. We ought to be people who, just like Jesus welcomed us, we ought to welcome our fellow believers. എന്നാൽ കർത്താവ് നമ്മെ കൈക്കൊണ്ടതുപോലെ നാം നമ്മുടെ കൂട്ടു സഹോദരന്മാരെ കൈക്കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ്. The second way in which we can fight desperation is we can fight desperation by having a selfless nature. രണ്ടാമത്തെ മാർഗം, ഇങ്ങനെയുള്ള ജഡമോഹങ്ങൾക്ക് എതിരെ പോരാടേണ്ട രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. The third thing we can read Colossians chapter 3 and verse 9. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് അടുത്തതായിട്ട് ഒന്ന് വായിക്കാം.
അവിടെ നാം വായിക്കുന്നു, അന്യോന്യം പോഷ്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞ് കളഞ്ഞു. Sometimes we do these little things so that we can gain worldly pleasures. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ലൗകിക നേട്ടങ്ങൾ സമ്പാദിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. Okay, I just took one simple verse about lying because that is something which we all might be tempted to do to gain things, to escape from any desperate situation. പലപ്പോഴും പല വിധമായിട്ടുള്ള പോഷ്കുകൾ പറഞ്ഞ് ചില കാര്യങ്ങൾ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ ചില വലിയ സാഹചര്യങ്ങൾ, നമുക്കെതിരായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. We as Christians should always have a mind like an open book. Whatever is, it should be a pure, blameless lifestyle where all people can look into all the inner things inside us and they might be able to praise and give glory to God. പ്രിയമുള്ള വിശ്വാസികൾ എന്ന നിലയിൽ നാം ഒരു തുറന്ന പുസ്തകമായിരിക്കണം. നാം ഒരു വിശുദ്ധമായ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമൊക്കെ വിശുദ്ധമായിരിക്കും. Just the third thing which we can do is we can fight desperation by being sensitive to sin. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പാപങ്ങളോടുള്ള ബന്ധത്തിൽ നാം ഒരു ശക്തമായ തീരുമാനം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ജഡീകതയ്ക്കെതിരെ പോരാടാം. Just like Joseph, we know the story of Joseph. When sin came, when temptation came knocking at his door, we see he was so sensitive that he was able to flee away and he was able to have a pure lifestyle. നമുക്ക് യോസേഫിൻ്റെ ചരിത്രം വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു പ്രലോഭനം, ഒരു പാപത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യം തന്നെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അതിൽ നിന്ന് താൻ ഓടി ഒളിക്കുന്നതായിട്ട് പിന്മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. For perishable things, sometimes we change our master. No, God, the living God is not my master, and we change our master just for perishable things. പലപ്പോഴും ശാശ്വതമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ യജമാനനെ നാം മാറ്റിക്കളയാറുണ്ട്. The fourth thing which we can learn from the life of an Amalekite, he was not sensitive or thoughtful in the words which he spoke. He was not sensitive, he was not thoughtful of the words which he spoke. നാലാമത്തെ കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ അമാലേക്കൻ പറഞ്ഞ ആ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവമായ വാക്കുകളല്ലായിരുന്നു. Without any emotional changes in his talk, in his speech, we see he very casually says, I killed the king Saul with my own hands, and he was not thinking twice before he was talking. വളരെ നിസ്സംഗമായ ഒരു മനോഭാവത്തോടുകൂടി അല്ലെങ്കിൽ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ഞാൻ തന്നെയാണ് ശൗലിനെ കൊന്നത് എന്ന് അദ്ദേഹം പറയും. Many times when we are in a desperate situation, sometimes words fumble out and we talk even without thinking. പലപ്പോഴും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നാം എന്താണ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാതെയാണ് നാം പലപ്പോഴും സംസാരിക്കുന്നത്. We'll read this in the same book, Colossians chapter 4 and verse 6. We read a very nice verse which we see Paul saying us that your speech should always be filled with grace as though seasoned with salt, so that you will know how you should respond to each person. കൊലോസ്യർ 4:6 ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കണം. Sometimes even silence is something which will show your godliness. പലപ്പോഴും നിശബ്ദമായി ഇരിക്കുന്നത് തന്നെ നമ്മിലുള്ള ആ ദൈവഭക്തിയെ കാണിക്കുന്നു. The very best example is the life of Jesus. We see him being questioned and asked so much of questions, and we see him standing as a silent sufferer when he was being ready to be slaughtered. അതിനുള്ള ഏറ്റവും ഉത്തമമായ ഉദാഹരണം കർത്താവായ യേശു ക്രിസ്തുവാണ്. തന്നോട് പലരും പല ചോദ്യങ്ങളും ചോദിച്ചു, എങ്കിലും താൻ നിശബ്ദമായി നിന്നുകൊണ്ട് ആ വേദനകളെല്ലാം സഹിച്ചു. It's said that you take 2 years for a kid to learn how to talk. സാധാരണഗതിയിൽ ഒരു കുഞ്ഞ് 2 വർഷം സംസാരിക്കുന്നതിന് വേണ്ടി 2 വർഷം എടുക്കും. But it takes a lifetime for us to learn how not to talk. എന്നാൽ എങ്ങനെ കൃത്യമായി സംസാരിക്കാതിരിക്കേണ്ടതിന് നാം ഒരു ജീവിതകാലം മുഴുവനും നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. It takes a mature Christian, a Christian filled with the Spirit, having this fruit of gentleness, can only have this maturity to be silent
when when he's going through a desperate situation. പലപ്പോഴും ആ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് നാം ജീവിച്ചെങ്കിൽ മാത്രമേ ആ പല സാഹചര്യങ്ങളിൽ നിശബ്ദമായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. Looking at the gains that was to come, the Amalekite spoke without even thinking. We as Christians should learn that we ought to speak thoughtfully. അമാലേക്കിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. We'll read, we just saw 4 points till now. 4 കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. Firstly, we saw fight desperation by having a solid foundation. ദൃഢമായ ഒരു അടിസ്ഥാനത്തിലൂടെ നമുക്ക് ജഡീകമായ ചിന്തകളെ നമുക്ക് അതിജീവിക്കാം. Not like nomads wandering here and there, but we should have a solid foundation in Christ, in the rock we stand. ക്രിസ്തുവിൽ വേരൂന്നിക്കൊണ്ട് ജീവിപ്പാനായിട്ട് നമുക്ക് അധികമായിട്ട് പരിശ്രമിക്കാം. Secondly, we saw that we ought to fight desperation by having a selfless nature. നിസ്വാർത്ഥമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് ജഡീകതക്കെതിരെ പോരാടാം. Not just looking at our own self, but looking at the goodness of other people too. നമ്മുടെ മാത്രം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടി നോക്കി നമുക്ക് ജീവിക്കാൻ. Thirdly, we saw we ought to fight desperation by being sensitive to sin. മാത്രമല്ല പാപത്തോടുള്ള ബന്ധത്തിൽ കർശനമായ ഒരു നിലപാടെടുത്തുകൊണ്ട് ജഡീകമായ ചിന്തകൾക്കെതിരെ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. And fourthly, we just saw fight desperation by speaking thoughtfully. നാലാമതായിട്ട് നാം നമ്മുടെ വാക്കുകൾ ശ്രദ്ധാപൂർവമായിരിക്കണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. And fifthly, we ought to fight desperation by having a spiritual insight. മാത്രമല്ല അഞ്ചാമതായിട്ട് ആത്മീകമായ ഒരു കാഴ്ചപ്പാടോടുകൂടെ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകൾക്കെതിരെയും പ്രവർത്തനങ്ങൾക്കെതിരെയും പോരാടാൻ ആയിട്ട് സാധിക്കും. Many times we are failing in our Christian nature because our minds are set on things which are in this world. പലപ്പോഴും നമ്മുടെ ചിന്തകളൊക്കെ ഈ ലോകത്തിൻ്റെ ചിന്തകൾ ആയതുകൊണ്ടാണ് നമുക്ക് ഈ നമ്മുടെ പോരാട്ടങ്ങൾ ജയിക്കുവാനായിട്ട് സാധിക്കുക. Our minds are set on things which are visible. കാണുന്ന കാര്യങ്ങളിലാണ് നമ്മുടെ മനസ്സ് ഇരിക്കുന്നത്. Minds are set on things which are temporary. വളരെ ശാശ്വതമല്ലാത്ത കാര്യങ്ങൾക്കാണ് നാം പ്രാധാന്യം നൽകുന്നത്. As Christians, we ought to learn to set our minds on things above. എന്നാൽ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് അധികം Something which our physical eyes cannot see, but our spiritual eyes can see. ആത്മീക കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് Because ജീവിക്കാം. these are the things which are permanent. കാരണം ഇതാണ് ശാശ്വതമായി ഇരിക്കുന്ന കാര്യങ്ങൾ. Okay, and in everything let us see if our walk, our talk is matching with the will of God. മാത്രമല്ല നമ്മുടെ ജീവിതവും പ്രവൃത്തികളുമൊക്കെ ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. I will just conclude by reading 1 Corinthians chapter 9. 1 കൊരിന്ത്യർ 9-ാം വാക്യം വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. We will read verse 24. 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. 1 Corinthians chapter 9 and verse 24. 1 കൊരിന്ത്യർ 9:24. ഓട്ടക്കളത്തിൽ ഓടുന്നവൻ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നു ഉള്ളൂ എന്ന് അറിയുന്നുവല്ലോ, നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവേൻ. Okay, we ought to run in such a way that we win. നാം ബിരുദ പ്രാപിക്കുവാൻ തക്കവണ്ണം നാം ഓടണം. How can we run in such a way to win? എങ്ങനെയാണ് അങ്ങനെ ഓടുവാനായിട്ട് സാധിക്കുന്നത്? Verse 25. 25-ാം വാക്യം. We ought to exercise self-control in all things. സകലത്തിലും വർജനം ആചരിക്കണം. When we are running, when we see some gold which is there in the side, we should not be diverted, but our main aim should be to win, to finish the race. ഒരു ലക്ഷ്യത്തിലേക്ക് നാം ഓടുമ്പോൾ മറ്റു കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ തിരിക്കുവാനായിട്ട് പാടില്ല. ആ ലക്ഷ്യം നോക്കി മാത്രം നാം മുന്നോട്ട് പോകണം. Okay, a normal running race is just to get a perishable prize, but here we see our race is to get an imperishable reward. സാധാരണ ഓട്ടം എന്ന് പറയുന്നത് നശിച്ചു പോകുന്ന ഒരു പ്രതിഫലത്തിന് വേണ്ടിയാണെങ്കിൽ നമ്മുടെ ഓട്ടം എന്ന് പറയുന്നത് നശിച്ചു പോകാത്ത നിലനിൽക്കുന്നതായിട്ടുള്ള പ്രതിഫലങ്ങൾക്ക് വേണ്ടിയാണ്. Verse 27 very nicely said here. How we ought to do is, I ought to discipline my body and make it my slave. എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിക്കൊണ്ടാണ് താൻ ഇത് ചെയ്യുന്നതെന്ന് പൗലോസ് പറയുന്നു. I initially started by saying that all men have sinned and come short of the glory of God.
ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. By nature, our body is filled with sin. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ പാപം ഉണ്ട്. When there is good, when there is bad, my body naturally goes towards the bad. സ്വാഭാവികമായിട്ടും തിന്മയിലേക്കാണ് നമ്മുടെ ശരീരം നമ്മെ നയിക്കുന്നത്. That is how the nature of the Amalekite was, to go towards the bad nature to gain worldly things. അതാണ് അവിടെ അമാലേക്കൻ ചെയ്തത്. ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി അവൻ തിന്മ This ചെയ്യുകയാണ്. is not for us Christians to do, but as Christians I ought to discipline my body, force my body to go towards the things that are good. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ശരീരങ്ങളെ ദണ്ഡിപ്പിച്ച് അടിമകളാക്കിക്കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് May പോകും. God enable us that in the days to come we might be able to control our minds, control our body, control our emotions, and so that it might match with the will of God. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ട് വർജനം ആചരിച്ചുകൊണ്ട് നാം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. So that our lives will match with the will of God. അങ്ങനെ ദൈവത്തിന് പ്രസാദകരമായൊരു ജീവിതം നയിക്കുവാനായിട്ട് നാം ശ്രമിക്കണം. Like the Amalekites, desperation moments will come into our lives also. പലപ്പോഴും ഈ അമാലേക്കനെ പോലെ ഇങ്ങനെയുള്ള തീവ്രമായിട്ടുള്ള സാഹചര്യങ്ങളോട് നാം കടന്നു പോകും. But with the strength of the Holy Spirit and through the indwelling of the Holy Spirit, as we yield to Him, let us allow this Holy Spirit to make us fight against this desperative situations. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ ബലത്തോടുകൂടെ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട് സാധിക്കും. May the Lord's name be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാണ്. ആത്മീയ ശരിയായ ഒരു പക്വതയെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആത്മീയമായ നിലയിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും. നാം കേട്ട വേദഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ പല വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പ്രാരംഭമായിട്ട് നാം വായിച്ചു ചില സ്വഭാവങ്ങളെക്കുറിച്ച് വായിച്ചിട്ട് ഇവയൊന്നും ദൈവത്തിൽ നിന്നുള്ളവയല്ല, ഈ ലോകത്തിലുള്ളത് ദൈവം ഇഷ്ടപ്പെടുന്നുമില്ല. എന്നാൽ ദൈവികമായത് നമ്മിൽ നിറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ തലവണക്കുമ്പോൾ നമുക്കും ഇന്ന് രാത്രി പറയാനുള്ളത് ഇത് മാത്രമാണ്. കർത്താവേ, അങ്ങ് ഇഷ്ടപ്പെടുന്നത്, അങ്ങ് ആഗ്രഹിക്കുന്നത്, അങ്ങയുടെ തീരുമാനം ഞങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. മാനുഷികമായി ലൗകികമായി പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകാം, പല പ്രലോഭനങ്ങളിലും ഒരുപക്ഷെ നമ്മൾ വീഴാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത്, ദാവീദിനെക്കുറിച്ചൊക്കെ നാം കണ്ടു, ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതം, പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ജീവിതം. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മുഖമുദ്ര, ഒരു ലക്ഷ്യം. ഇതുവരെയും വളരെ അനുഗ്രഹീതമായി ദൈവത്തിൻ്റെ വചനം ശക്തമായി കർത്താവിൻ്റെ ദാസൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ, ഒരു പ്രകമ്പനമുണ്ടാകട്ടെ, കത്തിക്കൊണ്ടിരിക്കട്ടെ. കേട്ട് അഭിപ്രായപ്പെട്ടു പോകുന്നവരായിട്ടല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും കൂടുതൽ കൂടുതൽ ചിന്തിച്ച് ദൈവകരങ്ങളിൽ കുറേ കൂടെ മെച്യൂരിറ്റിയിൽ, ആ പക്വതയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് ദൈവം ഇഷ്ടപ്പെടുന്ന നിലയിൽ പ്രവർത്തിപ്പാൻ നമ്മെ നാം തന്നെ പ്രേരിപ്പിക്കേണ്ടതിന് ഇടയാക്കേണ്ടത് നാം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ കർത്താവിൻ്റെ ദാസന് TBFൻ്റെ പേരിലുള്ള ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം കൂടുതലായി കർത്താവിൻ്റെ ദാസനെ ശക്തിപ്പെടുത്തട്ടെ. വിവർത്തനം ചെയ്ത കർത്താവിൻ്റെ ദാസനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ആവശ്യമായ ദൈവകൃപ നൽകി പ്രിയദാസനോടുള്ള നന്ദിയും മിനിസ്ട്രിയുടെ പേരിൽ അറിയിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അടുത്ത ആഴ്ചയും നമുക്ക് വീണ്ടും പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ കണ്ടുമുട്ടാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ആ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അതും അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. എല്ലാ കൃപയോടും ദൈവത്തോടുള്ള നന്ദിയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ വർഗീസ് ജോൺ സാർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സന്ധ്യാസമയത്തിനായിട്ട് സ്തോത്രം. ഈ സന്ധ്യയ്ക്കും കർത്താവേ TBFൻ്റെ ആഭിമുഖ്യത്തിൽ
ഇപ്രകാരം ഒരു ശുശ്രൂഷ ഇവിടെ നടത്തുവാൻ തക്കവണ്ണം അങ്ങ് സഹായിച്ചതിനാൽ സ്തോത്രം. കഴിഞ്ഞ അനേക നാളുകളായി ആഴ്ചകളായി നടക്കുന്നു. അതിൻ്റെ 66-ാമത്തെ എപ്പിസോഡിലേക്ക് ഇന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനാൽ സ്തോത്രം. കൂടി വന്ന സമയം മുതൽ ഇതുവരെയും തിരു സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തി എല്ലാ കാര്യങ്ങളെയും കർത്താവെ അങ്ങയുടെ ആത്മാവ് നിയന്ത്രിച്ചതിനാൽ സ്തോത്രം. ഞങ്ങൾ കൂടി വന്നു അനേകം ഗാനങ്ങൾ ആലപിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തി പാട്ടുകൾ പാടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രിയ മകൾ ജാനിസിനും പ്രിയ സഹോദരൻ സന്തോഷ് മാത്യുവിനും കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം. വിവിധ ശുശ്രൂഷകൾ ചെയ്ത എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. ഒടുവിലായി അവിടുത്തെ വിലയേറിയ വചനത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രിയ മകൻ റിജോ ജോണിൽ നിന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവെ, ഞങ്ങൾ ആദ്യം യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചു കേട്ടതുപോലെ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതൊക്കെയും കർത്താവെ ലോകത്തിൽ നിന്നാണ്. അത് ദൈവത്തിൽ നിന്നല്ല. ഞങ്ങൾ വായിച്ചു കേട്ടു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും എന്ന് ഞങ്ങൾ വായിച്ചു കേട്ടു. കർത്താവെ, അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പരിണമത്തിൽ നിന്ന്, ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് അമാലേക്കിൻ്റെ ആ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അനേകം ആത്മീക ചിന്തകൾ അങ്ങയുടെ ദാസൻ ഞങ്ങളെ കേൾപ്പിച്ചു. കർത്താവെ, ഞങ്ങളുടെയും ജീവിതത്തിൽ ആ അമാലേക്കിൻ്റെ സ്വഭാവം പലപ്പോഴും കടന്നു വരാറുണ്ട്. ഞങ്ങൾക്ക് പോരാട്ടം ഉള്ളത് കർത്താവെ പിശാചിനോടും അതുപോലെ ജഡത്തോടും ലോകത്തോടുമാണ്. ആ ത്രിവിധ ശത്രുക്കളുള്ള പോരാട്ടത്തിലാണ് വിശ്വാസികളായി ഞങ്ങളും ജീവിക്കുന്നത് എന്നുള്ളത് ഞങ്ങളെ ഇന്ന് ഓർപ്പിച്ചു. എന്നാൽ കർത്താവെ, അങ്ങനെയുള്ള എല്ലാ പ്രേരണകളെയും പാപപ്രലോഭനങ്ങളെയും അങ്ങയിൽ വേരൂന്നിയും അങ്ങയിൽ ആത്മീയ വർധന പ്രാപിച്ചും കർത്താവെ അങ്ങയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും അങ്ങനെ ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിച്ചും ഇതിനെയൊക്കെ അതിജീവിക്കുവാനും ആത്മീയ വളർച്ച പ്രാപിപ്പാനും അങ്ങയെപ്പോലെ നാളുകൾ കഴിയുന്തോറും ആയിത്തീരുവാനും ഞങ്ങളെ അധികം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നാളുകൾ കഴിയുന്തോറും ക്രിസ്തുവിൻ്റെ സ്വഭാവം കൂടുതലുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. അങ്ങയുടെ ഹൃദയപ്രകാരമുള്ള ദാവീദിൻ്റെ പ്രതികരണമൊക്കെ ഞങ്ങൾ വായിച്ച് ധ്യാനിക്കുകയായിരുന്നു. തൻ്റെ ശത്രുവായ, തന്നെ അനേക നാളുകൾ ഉപദ്രവിച്ച ആ ശൗൽ കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അവിടെ ദുഃഖിക്കുന്ന, വസ്ത്രം കീറുന്ന ആ ദാവീദിൻ്റെ ഹൃദയം മാനുഷികമായി ചിന്തിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അതീതമാണ്. കർത്താവെ, അങ്ങനെ വസ്ത്രം കീറി വിലപിച്ച് അവിടെ സന്ധ്യ വരെ ഉപവസിക്കുന്ന ദാവീദ്. കർത്താവെ, അതൊക്കെ ഞങ്ങൾക്ക് മാതൃകയാണ്. പരിണിമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമായിട്ട് ഞങ്ങൾ ദാവീദിനെ കാണുന്നു. ആ നല്ല മാതൃകകളൊക്കെ ഇന്ന് ഞങ്ങൾ എത്രയോ അധികം അനുകരിക്കേണ്ടവരാണ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഹൃദയത്തിൽ വസിക്കുന്നു. ഞങ്ങൾക്ക് സമ്പൂർണ്ണമായ വചനം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ കണ്ട് ഉണരുവാനും തെറ്റുകളെ തിരുത്തുവാനും വരുന്ന ആളുകളിൽ കൂടുതൽ അങ്ങേ പ്രസാദിപ്പിച്ച് ജീവിക്കുവാനും ഇന്ന് ഞങ്ങൾ കേട്ട ആലോചനയാൽ ഞങ്ങളെ അധികം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. തുടർന്ന് ഞങ്ങളുടെ അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞയച്ചാട്ടെ. അങ്ങയുടെ ഹിതമാണെങ്കിൽ അടുത്ത ആഴ്ചയും കൂടി വന്ന് അങ്ങയുടെ വചനം പഠിക്കുവാനും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടതിനാൽ സ്തോത്രം. മാനവും മഹത്വവും എല്ലാം അങ്ങേക്ക് മാത്രം ഇരിക്കട്ടെ. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും കർത്താവെ, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും അങ്ങയുടെ വചനം ശുശ്രൂഷ ഞങ്ങളുടെ ദാസനോടും ഞങ്ങൾ എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.